ആശാപ്രവർത്തകരുടെ സമരം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വി.ഡി. സതീശൻ. സമരക്കാർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് മന്ത്രി എം.പി. രാജേഷ്. ആശാമാരോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടെന്നും മറുപടി. ഡൽഹി സന്ദർശനത്തിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്നലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. തന്നെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും വിമർശനം. അടുത്തയാഴ്ച വീണ ജോർജിനെ കാണുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത് അറിഞ്ഞില്ലെന്നും വിശദീകരണം. ആശാ വർക്കർമാരുടെ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച വായ്പാ വിനിയോഗത്തിന് സമയപരിധി നീട്ടി. കേന്ദ്ര സർക്കാർ നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചു. സമയപരിധി നീട്ടിയത് ഡിസംബർ 31 വരെ. തിങ്കളാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളുന്നതിൽ തീരുമാനമെടുക്കാനും നിർദ്ദേശം. കണ്ണൂരിലെ ബി.ജെ.പി. പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ. 10ാം പ്രതി നാഗത്താൻകോട്ട പ്രകാശിനെ വെറുതെ വിട്ടു. പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി. കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച. സൂരജിനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് 2005 ഓഗസ്റ്റ് 7-ന്. കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവറെ വെടിവെച്ചു കൊന്നത് വ്യക്തിവൈരാഗ്യം മൂലമെന്ന് FIR. പ്രതി സന്തോഷും മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യയും തമ്മിൽ സൗഹൃദം തുടരാൻ കഴിയാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും FIR. കൊലയ്ക്കുപയോഗിച്ച തോക്കിനായി തെരച്ചിൽ തുടരുന്നു. മരിച്ച രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കോഴിക്കോട് നാദാപുരത്ത് +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദനമേറ്റത് MIM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്ക്. മർദ്ദിച്ച +2 വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് അയക്കാൻ പോലീസ്. നോട്ടീസ് അയക്കുക രക്ഷിതാക്കൾക്ക്. കോഴിക്കോട് നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നതായി പരാതി. പോലീസിൽ പരാതി നൽകി ആനക്കുഴിക്കര സ്വദേശി. മോഷണം പൂവാട്ടുപറമ്പിൽ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തി. പണം കിട്ടിയത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന്. കണ്ടെത്തിയത് തീപിടുത്തത്തെ തുടർന്ന് എത്തിയ ഫയർഫോഴ്സ്. കൊളീജിയം വിളിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി. ക്രിസ്റ്റി കൊവെൻട്രി രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ്. ക്രിസ്റ്റിയുടെ വിജയം 97-ൽ 49 വോട്ടും നേടി. IOC അധ്യക്ഷ സ്ഥാനത്ത് വനിതയെത്തുന്നത് ആദ്യം. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിന്റെ അടുത്തുള്ള സബ്സ്റ്റേഷനിൽ വൻ തീപിടുത്തം. ഹീത്രോ വിമാനത്താവളം അടച്ചു. ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി മുടങ്ങി. 100 കണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് നാടകീയ ജയം. വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളിൽ കൊളംബിയയെ 2-1 തോൽപ്പിച്ചു. ഉവേഫ നാഷണൽസ് ലീഗ് ഫുട്ബോൾ ക്വാർട്ടറിൽ 1ാം പാദത്തിൽ ക്രൊയേഷ്യയ്ക്കും ഡെൻമാർക്കിനും ജർമ്മനിക്കും ജയം. പോർച്ചുഗലിനും ഇറ്റലിക്കും ഫ്രാൻസിനും തോൽവി.